വെൽക്കം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എങ്ങനെ അൺനെസസറി ആയിട്ടുള്ള ഷാഡോസ് റിമൂവ് ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ക്ലോൺ ടൂളൊക്കെ യൂസ് ചെയ്തിട്ട് ഷാഡോസ് റിമൂവ് ചെയ്യാൻ പറ്റും, പക്ഷേ അത് വളരെയധികം ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ റിസൾട്ട് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നിവിടെ ഒരു വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് എങ്ങനെ ചെയ്യാം, ഷാഡോസ് റിമൂവ് ചെയ്യാം എന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സാമ്പിൾ ഇമേജ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഒരു ഷാഡോ ഇരിക്കുന്ന ഭാഗത്തേക്ക് സൂം ചെയ്യാം. സൂം ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷാഡോസിനെ സെലക്ട് ചെയ്യണം. ഷാഡോസിനെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പോളിഗണൽ ലാസോ ടൂളാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ടൂൾ ബാറിലാണ് നമുക്ക് ലാസോ ടൂൾസ് കാണാൻ സാധിക്കുക. മൂന്നാമതായിട്ടൊക്കെയും മിക്കവാറും എടുക്കുന്നുണ്ടാവുക. ലാസോ ടൂളിൻ്റെ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ മീതെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകം പോളിഗണൽ ലാസോ ടൂൾ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ഷാഡോൻ്റെ എഡ്ജിലൂടെ വരച്ച് നമുക്ക് ആ ഒരു ഷാഡോനെ മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. ഷാഡോ മുഴുവൻ സെലക്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ ലെയർ ബോക്സിന് താഴെ രണ്ടാമതായി കിടക്കുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തു നിന്നുള്ള ഒരു സെലക്ഷൻ ബോക്സിൽ കേർവ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ആ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഷാഡോൻ്റെ കളർ നമ്മൾ ഒന്ന് റേസ് ചെയ്യാണ് ഈ കേർവ്സ് ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പുറമെ ഷാഡോയ്ക്ക് പുറത്ത് എന്ത് കളറാണോ ഉള്ളത് ആ ഒരു കളറിനെ ഏകദേശം മാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ കേർവ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ. കേർവ്സ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷാഡോസിനായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഷാഡോസിൻ്റെ ആ ഒരു കളർ വേരിയേഷൻ ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുക ബ്ലാക്ക് ആൻഡ് വൈറ്റിലിരിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെയർ ജസ്റ്റ് ആഡ് ചെയ്യാം. നമുക്കത് ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ചെയ്യേണ്ടത് നമ്മൾ കേർവ്സ് സെലക്ട് ചെയ്ത പോലെ തന്നെ ലെയർ ബോക്സിൻ്റെ ഏറ്റവും താഴെ വന്ന് സോളിഡ് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഗ്രേഡ് ഏതെങ്കിലും ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഒരു സോളിഡ് കളർ ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലെൻഡിങ് ഓപ്ഷൻസ് മാറ്റുക. എന്നിട്ട് അത് ഹ്യൂ ആക്കുക. ബ്ലെൻഡിങ് ഓപ്ഷൻസിൻ്റെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് ഹ്യൂ സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് കേർവ്സ് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാരണം നമ്മളിപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ല വൃത്തിയായിട്ട് മനസ്സിലാവാൻ സാധ്യത ഉള്ളത് ഇപ്പോഴാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇനി വേണമെങ്കിൽ കേർവ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ആ ഒരു കേർവ്സിൻ്റെ ലെയറിൽ വന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം കേർവ്സിൻ്റെ ലെയറിൽ കേർവ് മാസ്ക് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ ഷാഡോ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, നമ്മൾ സെലക്ട് ചെയ്തത് വളരെ ഷാർപ്പ് എഡ്ജാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷാഡോ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെയുള്ള ഷാഡോൻ്റെ എഡ്ജസ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്താണ്. അപ്പോൾ നമുക്ക് ഈ കേർവിൻ്റെ എഡ്ജ് സ്മൂത്താക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിനെ ബ്ലർ ആക്കാം. അപ്പോൾ ബ്ലർ ആക്കാനായിട്ട് ഏറ്റവും മുകളിൽ ഫിൽറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ആ ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബ്ലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ബ്ലർ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ സബ് ഓപ്ഷനായിട്ട് ഗോഷൻ ബ്ലർ കാണാൻ പറ്റും. അപ്പോൾ ഗോഷൻ ബ്ലർ എടുത്ത് നമുക്ക് ഒരു വേണ്ടുന്ന രീതിയിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ ഏകദേശം ഒരു 8 പിക്സൽസൊക്കെ കൊടുത്താൽ മതി. ഈ ഒരു പിക്ചറിന് 8 പിക്സൽസൊക്കെ ആയിരിക്കും നല്ലത്. അപ്പോൾ 8 പിക്സൽസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇപ്പോഴും ആ ഒരു എഡ്ജസ് ഇപ്പോഴും അവിടെ വിസിബിളായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എഡ്ജസിനെ റിമൂവ് ചെയ്യാനായിട്ട് സ്മഡ്ജ് ടൂൾ യൂസ് ചെയ്യാം. സ്മഡ്ജ് ടൂള് വളരെ ലൈറ്റായിട്ട് കിടക്കുന്ന എഡ്ജുകൾ മാത്രമാണ് സ്മഡ്ജ് ടൂൾ ഉപയോഗിച്ച് പോവുക. സ്മഡ്ജ് ടൂൾ കൊണ്ട് പോകുന്ന ഭാഗങ്ങളൊക്കെ സ്മഡ്ജ് ടൂൾ കൊണ്ട് കളയാം. അതല്ലെങ്കിൽ നമ്മൾ കളറ് വൈറ്റ് ആക്കിയതിന് ശേഷം ബ്രഷ് ടൂൾ എടുക്കുക. ഒരു റൗണ്ടായിട്ടുള്ള സ്മൂത്ത് ബ്രഷ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ബ്രഷിൻ്റെ ഹാർഡ്നെസ് ഏറ്റവും 0 ആക്കിയിട്ടാൽ മതി. അപ്പോൾ നമ്മൾ ആ ബ്രഷ് എടുത്തിട്ട് എഡ്ജിൽ മാത്രം വരച്ച ആ ഒരു എഡ്ജിലുള്ള വരകൾ നമുക്ക് ഇല്ലാതാവുന്ന കാണാം. സോളിഡ് ലെയർ, നമ്മൾ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെയർ ഉണ്ടാക്കി വെച്ചിരുന്നത് അത് നമുക്ക് കളയാം. അത് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും.
ഇപ്പോഴും നമുക്കൊരു ചെറിയ വൈറ്റ് വരകൾ കാണാം ആ എഡ്ജിൻ്റെ ഭാഗത്ത്. അപ്പോൾ അത് കളയാനായിട്ട് നമുക്ക് സ്പോട്ട് റിമൂവൽ ടൂൾ യൂസ് ചെയ്യാം. ജസ്റ്റ് ജെ എന്ന് പറയുന്ന കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പോട്ട് റിമൂവൽ ടൂൾ ആക്റ്റീവ് ആവും. അതിനുശേഷം നമ്മൾ ആ വൈറ്റ് കാണുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു ബ്രഷ് സൈസ് ആക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് വൈറ്റ് ഉള്ള ഭാഗത്ത് മാത്രം ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറി ആ ഒരു രീതിയിൽ തന്നെ വരും. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു നീളത്തിലൊക്കെ ഉള്ള എഡ്ജിൻ്റെ ഭാഗത്ത്, അതായത് ഫേസിൻ്റെ എഡ്ജിൻ്റെ ഭാഗത്തുള്ള ഒരുപാട് ഇറഗുലാരിറ്റീസ് കാണാം. അപ്പം അങ്ങനെയുള്ള ഭാഗങ്ങൾ കളയാനായിട്ട് മറ്റൊരു ടൂളുണ്ട്. ഈ സ്പോട്ട് റിമൂവൽ ടൂളിൻ്റെ ഒപ്പം തന്നെ ഒരു ടൂളിൻ്റെ മീതെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാച്ച് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ കൂടിയുണ്ട്. ആ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എഡ്ജിലുള്ള ഭാഗങ്ങൾ മാത്രം വളരെ സൂക്ഷ്മമായിട്ട് വരച്ച് ഏതെങ്കിലും നല്ലൊരു ഭാഗത്തേക്ക് അത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അതും യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ഫൈനൽ ഇമേജ് കിട്ടിയിട്ടുണ്ട്. ഒരു ഷാഡോ ഉണ്ടായിരുന്ന ഇമേജ് ആണെന്ന് പോലും തോന്നിപ്പിക്കാത്ത വിധത്തിൽ നമുക്കത് വൃത്തിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. കുറച്ചും കൂടി പെർഫെക്ഷനിൽ സ്പോട്ട് റിമൂവലൊക്കെ ചെയ്ത് കുറച്ചും കൂടി നോക്കിയിരിക്കുകയാണ് വെച്ചാൽ വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതിനുശേഷം നമുക്ക് സൂം ഔട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. കണ്ടോ, വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ ഷാഡോ നമുക്ക് റിമൂവായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ട്യൂട്ടോറിയൽ ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു ഗൈസ്, ബൈ.